ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാറ്റപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 40-ാമത്തെ തിരുവചനം. യേശു തിരിച്ചു വന്നപ്പോൾ ജനക്കൂട്ടം അവനെ സ്വാഗതം ചെയ്തു. പരിശുദ്ധ തൃത്വൈക ദൈവത്തിന് സ്തുതി. തങ്ങളിൽ നിന്നും ഒരു ദിവസം മാത്രം വിട്ടുനിന്ന യേശു തിരിച്ചു വന്നപ്പോൾ സന്തോഷത്തോടെ അവനെ സ്വാഗതം ചെയ്യുന്ന ജനക്കൂട്ടം. സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളായിരിക്കണം കൂടുതലും ആ കൂട്ടത്തിലുള്ളത്. നാമും ആ ജനക്കൂട്ടത്തിലുണ്ടെന്ന് വെറുതെ ഒന്ന് ആഗ്രഹിച്ചാലോ? ഉണ്ടെങ്കിൽ നാം കാണുകയാണ് പടകിൽ നിന്നിറങ്ങി വരുന്ന ശിഷ്യന്മാരും അവരുടെ കൂടെ നമ്മെ കണ്ട് സന്തോഷത്തോടെ ഉല്ലാസവാനായി വരുന്ന യേശു. ആ ശിഷ്യന്മാർക്ക് ഉറക്കെ നാം ഓരോരുത്തരോടും പറയുവാനുണ്ടാവും, തലേന്ന് രാത്രിയിൽ കടലിൽ അവർക്കുണ്ടായ വലിയ അനുഭവം. മരണത്തെ മുഖാമുഖം കണ്ട രാത്രി വലിയ ഓളങ്ങളിലും കൊടുങ്കാറ്റിലും പെട്ട് തങ്ങളുടെ വഞ്ചി മുങ്ങി തങ്ങളെല്ലാം ഗലീല കടലിൻ്റെ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോകേണ്ടിയവരായിരുന്നു എന്നും ഇന്ന് ഒരുപക്ഷെ തങ്ങളുടെ ശവശരീരങ്ങൾ മാത്രം നിങ്ങൾ തീരങ്ങളിൽ വന്നടിയുന്നത് കാണുകയും ചെയ്യേണ്ടി വരുമായിരുന്നു എന്ന വസ്തുത. എന്നാലിതാ ഇപ്പോൾ ആ ശിഷ്യന്മാർ അത്ഭുത മിഴികളുമായി ആശ്ചര്യത്തോടെ പറയുകയാണ്, തങ്ങളുടെ ഗുരു യേശു ലോകശക്തികളെ നിയന്ത്രിക്കുവാൻ കഴിവുള്ളവനാണ് എന്നത്. കാറ്റിനെയും കൊടുങ്കാറ്റിനെയും മദമിളകിയ ആഴിയെയും കോളിളക്കം കൊണ്ട് പ്രക്ഷുബ്ധമായ കടലിനെയും വരെ തൻ്റെ ശാസനയാൽ വറുതിക്ക് നിർത്തുവാൻ ശക്തനാണ് ഈ ഞങ്ങൾ അനുഗമിക്കുന്ന യേശു എന്ന സാക്ഷ്യം. അവനെ സ്വാഗതം ചെയ്യാൻ വന്നവരോടും ഇന്ന് നാം ഓരോരുത്തരോടും വീണ്ടും അവർ പറയുകയാണ്, അനേകം പിശാചുക്കളാൽ വലഞ്ഞ ഒരു മകനെ തൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ദൈവമാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത് എന്ന വസ്തുത. പൈശാചിക ശക്തികളിന്മേലും അധികാരമുള്ളവനാണ് ഞങ്ങൾ സർവ്വതും ഉപേക്ഷിച്ച് പിൻചെല്ലുന്ന നിങ്ങൾ ഇപ്പോൾ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്ന ഈ യേശു എന്ന് ഒരു ദിവസം സന്ധ്യയ്ക്കും പിറ്റേന്ന് പകലിനുമിടയിലുള്ള അനുഭവത്തിൽ നിന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന അവൻ്റെ പ്രിയ ശിഷ്യന്മാർ. അതെ, നമ്മുടെ സ്നേഹനിധിയായ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാൻ അധികം സമയമൊന്നും വേണ്ട. നമ്മുടെ നേരും നന്മയുമുള്ള ഹൃദയവും മനസ്സാക്ഷിയും അല്പത്തിലുള്ള തികഞ്ഞ വിശ്വസ്തതയും മതി. അങ്ങനെയുള്ള നല്ല വിശ്വാസവും ഉത്തമ ബോധ്യവും തരുവാൻ നസ്രായൻ നമ്മെ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.